മനസ്സിലായോ? എവിടെയോ കണ്ടു പരിചയമുണ്ട്, പക്ഷെ അങ്ങ് മനസ്സിലാവുന്നില്ല. ഇത് ശാന്തേച്ചി, ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലെ മീൻ കുക്ക. ഓ ഓ ശാരദയുടെ ജോലിക്കാരി. ഇപ്പൊ മനസ്സിലായി. ജോലിക്കാരിന്ന് പറയാൻ പറ്റില്ല സത്യമേ. കുടുംബശ്രീ ഹോട്ടൽ ഈ നിലയിലേക്കാക്കാൻ ശാരദാമ്മയോടൊപ്പം തോളോട് തോള് ചേർന്ന് നിന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. എന്നിട്ടാ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് എന്നെ അവിടുന്ന് വഴക്കിട്ട് ഓടിച്ചത്. ശാന്തയ്ക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. പിന്നെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യമായ കുടുംബ പ്രശ്നമുണ്ടോന്നാ ചോദിച്ചത്. അതെന്താ ശാരദാമ്മേ, ഇതുവരെ ഇല്ലാത്തൊരു പ്രശ്നം? ഞാൻ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിനക്ക് തോന്നില്ല, പക്ഷെ ഇന്നലെ ഊണ് പോയ സ്ഥലത്ത് നിന്ന് പരാതി വന്നിരുന്നു. പുളിശ്ശേരിക്ക് ഉപ്പ് കൂടി, ചെറുകറികൾക്ക് മുളക് കൂടി. ഇന്ന് വരെ ശാരദ കൊടുക്കുന്ന ഭക്ഷണത്തിന് ഒരാളും കുറ്റവും കുറവും പറഞ്ഞിട്ടില്ല. പക്ഷെ നീയായിട്ട് അതും കേൾപ്പിച്ചു. ആരാണ് പറഞ്ഞെന്ന് പറഞ്ഞില്ലല്ലോ. എന്നിട്ടെന്തിനാ അവരോട് പോയി വഴക്കുണ്ടാക്കാനാണോ? പിന്നെ എനിക്കറിയണ്ടേ, എന്നെ കുറിച്ച് ഒരാൾ പരാതി പറയുമ്പോ അയാൾ പറയുന്ന സത്യമാണോ അല്ലേ എന്ന് എനിക്കറിയണമല്ലോ. പരാതി പുറത്തുള്ളവർക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട്. നിന്നോട് ഞാൻ ഇന്നലെ ഒരു ചായ ഇട്ട് തരാൻ പറഞ്ഞില്ലേ, എന്നിട്ട് ഇട്ട് തന്നോ? തന്നായിരുന്നല്ലോ. അതാണോ ചായ? എന്റെ ഹോട്ടലിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന ചായക്ക് ആ ഒരു ടേസ്റ്റേ ഉള്ളൂ. ആ ഒരു ടേസ്റ്റിലാണ് ഇനി മുതൽ ശാന്ത ഇവിടെ ചായ എടുക്കുന്നതെങ്കിൽ ഇനി ആ രീതിയിൽ ശാന്ത ഇവിടെ ചായ എടുക്കണ്ട. ചായ കൊടുത്തില്ലെങ്കിലും വേണ്ട, ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഇവിടെ ചായ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശാരദാമ്മേ, ഒരു സ്ഥലത്തും അധികപ്പറ്റായി ജോലി നോക്കേണ്ട കാര്യമൊന്നും എനിക്കുമില്ല. എനിക്ക് നന്നായിട്ട് ചായക്കടപ്പണി അറിയാമെന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളിടത്തോളം കാലം പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നുള്ളൊരു ബോധവും എനിക്കുണ്ട്. പിന്നെ എനിക്കാരും പേടിക്കണ്ട. അതുകൊണ്ട് ശാരദാമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടുത്തെ പണി ഞാനങ്ങ് നിർത്തുവാ. ഞാനായിട്ട് ശാരദാമ്മയ്ക്ക് ഇനിയൊരു ചീത്തപ്പേരുണ്ടാക്കുന്നില്ല. ശാന്തേച്ചി എന്തൊക്കെയായി പറയുന്നത്? ശാന്തേച്ചി പോയി കഴിഞ്ഞ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്ക്? ആ പോണവരൊക്കെ പോട്ടെ ശാലിനി. നിന്റെ അമ്മ ഒറ്റയ്ക്ക് നീന്തി കയറി വന്ന വഴിച്ചാല ഇത്. ആ മേലങ്കി എടുത്ത് വീണ്ടും ഇടാൻ എനിക്കൊരു മടിയുമില്ല. അമ്മേ, അന്നത്തെ പോലെയാണോ ഇന്ന്? ഇപ്പൊ കച്ചവടം കൂടിയില്ലേ? പുറത്തുനിന്ന് നല്ല ഓർഡർ ഉള്ളയാ. അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടിയാ കൂടില്ല. ശാന്തേച്ചി കൂടെ ഉണ്ടായിട്ട് പോലും പല ഓർഡറുകളും കറക്റ്റായിട്ട് എത്തിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാ അമ്മയ്ക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നേ? എന്നുവെച്ച് ഞാൻ ഇത്രയും നാളും കാത്തു സൂക്ഷിച്ച എന്റെ ഒരു സൽപ്പേരുണ്ട്, അതെനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഞാൻ പറയുന്ന രീതിയിൽ ജോലി ചെയ്യുന്നവർ മതി എനിക്ക്. ഒരു ശാന്ത അല്ലെങ്കിൽ മറ്റൊരു ശാന്ത. ഒരാളെ കൂടുതൽ കാലം പൊക്കിക്കൊണ്ട് നടക്കുമ്പോഴേ അവർക്ക് അഹങ്കാരം കയറും. താനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള തോന്നലേ, ആ തോന്നല് തോന്നുന്നവരുടെ കയ്യിൽ ഇരിക്കുകയുള്ളൂ. ഇത് ശാരദയാ. ഇത്തിരി പോന്ന വെയിലത്തൊന്നും അത്ര പെട്ടെന്നൊന്നും അങ്ങ് വാടില്ല. അമ്മ എന്തൊക്കെയായി പറഞ്ഞു കൂട്ടുന്നത്? എടി പറയട്ടെ മോളെ. ശാരദാമ്മേ, ഇതുവരെയുള്ള കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റാ. പിന്നെ ഞാനൊരു 5000 രൂപ കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. എവിടെ ജോലി ചെയ്തിട്ടാണെങ്കിലും 1 മാസത്തിനുള്ളിൽ ഞാനത് കൊണ്ടുവന്ന് തന്നിരിക്കും. ആത്മാർത്ഥമായിട്ടാ ശാലിനി കുഞ്ഞ് ഞാനിവിടെ ജോലി ചെയ്തിരുന്നേ. അറിയോ, എന്റെ സ്വന്തം ഹോട്ടൽ പോലെയാ ഞാനിത് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഇനി ഞാൻ ഇങ്ങോട്ടില്ല, ഞാൻ പോവാ. പോകുന്നത് വേദനയോട് കൂടി തന്നെയാ. എനിക്ക് അത്ര പെട്ടെന്ന് ഈ കടയും നിങ്ങളൊന്നും മറക്കാൻ പറ്റില്ല. വരട്ടെ. ശാന്തേച്ചി, ശാന്തേച്ചി.
നീ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാ പലഹാരങ്ങളും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, അതിന്റെ കൂട്ടും അറിയാം. എനിക്കൂടെ ഇവിടെ നിൽക്കാൻ പറ്റിയ നന്നായിരുന്നു. അറിയാവുന്നവരുടെ അടുത്ത് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സുരക്ഷിതവും വിശ്വാസവും പുറത്തൊരിടത്ത് ചെയ്താൽ കിട്ടില്ലല്ലോ. ഈ പറയുന്നതൊക്കെ ജോലി തരുന്നവരോടും കാണിക്കണം. അതെന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ഞങ്ങളിവിടെ ശരിക്കും ഒരു ആരംഭഘട്ടത്തില. ഒന്ന് പച്ച പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാവർക്കും ഗുണമാണ്. അത് മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കണം. നിൽക്കുന്നുണ്ടെങ്കിൽ ശാന്തി ഞങ്ങളോടൊപ്പം കൂടിക്കും. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയെന്ന് കേട്ടു. ഏതാണ്ടൊക്കെ വീട് വീടാന്തരം കയറിയിറങ്ങി വിൽക്കുന്നു എന്നൊക്കെ കേട്ടു. എന്താ, അച്ചാറോ? അതോ സോപ്പ് പൊടിയോ? അതോ ചീപ്പും കണ്ണാടിയും പൗഡറും ഒക്കെയാണോ? ആ, എന്തായാലും 1000 ഇതിൽ കൂടുതൽ മുതൽ മുടക്കുള്ള സാധനങ്ങൾ വാങ്ങി വിൽക്കാനുള്ള കഴിവൊന്നും ഇപ്പൊ സത്യഭാമയ്ക്കില്ലാന്ന് എനിക്കറിയാം. വീടും പറമ്പും ഒക്കെ പോയപ്പോ ഉണ്ടായ വരുമാനവും നിലച്ചപ്പോ ജീവിച്ചു പോവാൻ വേണ്ടി നിലയില്ലാ കയറ്റിക്കിടന്ന് തലയിട്ടടിക്കുവാണെന്നും എനിക്കറിയാം. മുങ്ങാൻകുഴി ഇടാൻ പോലും പേടിയുള്ള കാര്യമാണെന്നും എനിക്കറിയാം. കാരണം മുകളിലേക്ക് പൊങ്ങി വന്നില്ലെങ്കിലോ എന്നുള്ള പേടി ഉണ്ടാവുമല്ലോ. അത്രയ്ക്കുണ്ടല്ലോ തലയ്ക്ക് ഭാരം. മാറി നിൽക്കടി അങ്ങോട്ടെ. ഇവരൊക്കെ ഇപ്പൊ നിന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്നേഴ്സ്. കോടികളുടെ ബിസിനസ് ആണല്ലോ നടക്കുന്നത്. എന്റെ സത്യഭാമേ, ഇതിലും ഭേദം വല്ല കുപ്പിയും പാട്ടയും പറക്കാൻ പോകുന്നതായിരുന്നു. അതാവുമ്പോ മുതൽ മുടക്ക് വേണ്ടല്ലോ. ആരെങ്കിലും വലിച്ചെറിയുന്ന കുപ്പികൾ പറക്കി വിറ്റാലും നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കാനുള്ള വക കിട്ടും. വിഷ്ണു പിന്നെ കളക്ടർ ബംഗ്ലാവിലായിരിക്കുമല്ലോ. പട്ടുമെത്തേല് കിടക്കേണ്ടവൻ ഇവിടെ വന്ന് കയറുകട്ടിലിൽ കിടക്കൂ. കിടന്നാ തന്നെ അവന് ഉറക്കം വരുമോ? എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല. ഇറങ്ങിപ്പോ ഇവിടുന്ന്. പക്ഷേ എനിക്ക് പറയാനുണ്ടല്ലോ, നിന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ തന്നെ നിനക്ക് അഭിമാനമായിട്ടല്ലേ തോന്നേണ്ടത്? മാളിക മുകളിൽ കഴിഞ്ഞിരുന്ന, എല്ലാവിധ സുഖ സൗകര്യങ്ങളിലും കഴിഞ്ഞിരുന്ന ആഠ്യത്വത്തിന്റെ ജ്വലിക്കുന്ന സ്ത്രീരൂപം ഇപ്പൊ വെറും നിസ്സാര കാശിന്റെ ലാഭവും പ്രതീക്ഷിച്ച് വീട് വീടാന്തരം നടന്ന് കച്ചവടം നടത്തുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ കൊടുത്താലേ സംഗതി അങ്ങ് കത്തിക്കയറും. കളക്ടറായ മരുമകൾ ശാലിനിക്കിട്ട് ഇതിന്റെ പേരിലൊരു കൊട്ടും കൊടുക്കാം. ആപത്ത് കാലത്ത് പെറ്റമ്മയെ തിരിഞ്ഞു നോക്കാത്ത ഒരു മകനും കളക്ടറായ മരുമകളും ബിഗ് ഷോപ്പറും കയ്യിൽ തൂക്കി നടക്കുന്നതിന്റെ ഒരു ഫോട്ടോ കൂടി കൊടുത്താലേ സംഗതി ജോറാവും. വസുമതി, മതി മതി നിന്റെ ആറാട്ട്. ഓ, അത് പിന്നെ ഭാര്യയെ പറയുമ്പോ ഭർത്താവിന് കൊള്ളുമല്ലോ. രാഘവേട്ടാ, എനിക്ക് രാഘവേട്ടനോട് വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ ഇവരോടുണ്ട്. കാരണം ഇവരൊറ്റ ഒരുത്തി കാരണമാ നിങ്ങളുടെ കുടുംബത്തിന് ഗതി വന്നത്. ഇന്നിപ്പോ ഞാൻ ഈ ഒരുങ്ങിക്കെട്ടിപ്പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? നിങ്ങൾ താമസിച്ചിരുന്ന ആ പഴയ വീടില്ലേ, ഇന്നതിന്റെ ലേലമാണ്. നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോഴേ ആ വീട്ടിൽ എനിക്കൊരു കണ്ണുണ്ടെന്നുള്ള കാര്യം അറിയാലോ. ഞാനതൊന്ന് ലേലത്തിൽ പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എനിക്ക് വേണ്ടിയല്ല, എന്റെ മകന് വേണ്ടി. അവനെയും അവന്റെ ഭാര്യയെയും, അതായത് നിങ്ങളെ സ്വന്തം മകളായ പ്രീതിയെയും ആ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹം, ഒരു കൊതി. ആ, അതിനുവേണ്ടി കുറച്ച് പണവും സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോക്ക. ഒത്തു വന്നാ ഞാനതങ്ങ് ലേലത്തിൽ പിടിക്കും. പിടിച്ച ഒരൊറ്റ ഒരെണ്ണം ബന്ധവും സ്വന്തവും പറഞ്ഞ് ആ വഴിക്ക് വന്നു പോരുത്.
അതെ, മുൻകൂറായിട്ടൊന്ന് പറയാൻ വേണ്ടിയാ ഞാനിപ്പോ ഈ വഴിക്ക് വന്നത്. കച്ചവടം ചെയ്ത് വരുമ്പോഴേ ആ വഴിക്കൊക്കെ ഒന്ന് കേറ്. എന്റെ മോന്റെ ഭാര്യയുടെ അമ്മയല്ലേ എന്നുള്ള പരിഗണന വെച്ച് എന്തെങ്കിലുമൊക്കെ ഞാൻ എടുക്കാം. എന്താ, 10 100 കൂടുതൽ കിട്ടിയാല് അന്നത്തെ കാര്യം നന്നായിട്ട് നടക്കുമല്ലോ. അപ്പോ ലേല ഇന്നാണല്ലേ? ലേല ഇപ്പൊ തുടങ്ങും. കൂട്ടി വിളിക്കാൻ വരുന്ന ഒറ്റ ഒരുത്തനെ അകത്തേക്ക് കയറ്റണമെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ. അപ്പോഴകത്തിരിക്കുന്നവരെ ഒരു പരിധി കഴിഞ്ഞാ അവിടെ ഇരിക്കുന്നവരെയും നമ്മുടെ രീതിക്ക് കൊണ്ടുവരാൻ ആളുണ്ട്. എന്താ, ആരെ കാണാനാ? ലേലത്തിൽ പങ്കെടുക്കാൻ വന്നതാ. തുടങ്ങിയെന്ന് ചോദിച്ചാ പ്രധാന പരിപാടിയിലേക്ക് കടന്നിട്ടില്ല. അപ്പൊ ലേലം നമുക്ക് തന്നെ. ഉറപ്പിക്കുമെന്ന് ഉറപ്പിച്ചാ വന്നിരിക്കുന്നല്ലേ? എത്ര വിളി വിളിച്ചിട്ടായാലും ഉറപ്പിച്ചിട്ട് ഞങ്ങൾ മടങ്ങും. ആ മുതലാളിയുടെ വീടേ പണ്ട് ജപ്തി ചെയ്ത് പോയതാ. അതുകൊണ്ട് എവിടെ ജപ്തി കണ്ടാലും മുതലാളി പോയി കൈവയ്ക്കും. ഇവിടെയും കൈവയ്ക്കാൻ ഒരുപാട് പേരുണ്ട്. കാര്യമില്ല, മുതലാളിയുടെ ഒരു വാശിയാ. ഇതിനു വേണ്ടി മാത്രം കോടീശ്വരനായ ഈ മുതലാളി ഒരു ഫണ്ട് തന്നെ കരുതുന്നുണ്ട്. ഇദ്ദേഹം ബിസിനസ് ചെയ്യുന്നതേ ഇതേപോലുള്ള ജപ്തിയായ വീടുകൾ പിടിക്കാൻ തന്നെയാ. അങ്ങനെയാണെങ്കിൽ ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു ചായ സൽക്കാരമുണ്ട്. അതിൽ പങ്കെടുത്ത ശേഷം നമുക്ക് ലേല സ്ഥലത്തേക്ക് പോവാം. അപ്പോ ലേലം ഇവിടെ അല്ലേ? എല്ലാം ഇവിടെ തന്നെ, തുടക്കം മുതൽ അടക്കം വരെ ഇവിടെ നടത്താനുള്ള ഏർപ്പാട് നടത്തിയിട്ടാ ഞങ്ങളിവിടെ നിൽക്കുന്നത്. എന്നാ പിന്നെ നീങ്ങുമല്ലേ? എന്താ, ഇവിടത്തെ ലേലം ഉറപ്പിച്ച ശേഷം ഞങ്ങൾക്ക് അടുത്ത ഒരു ലേല സ്ഥലത്തേക്ക് പോകേണ്ടതാ. അപ്പോ ഇത് തന്നെ പരിപാടിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇത് മുതലാളിക്ക് ഒരു ക്രേസാ. ആയിക്കോട്ടെ, എന്താ അവിടെയാ ചായ സൽക്കാരം. അത് കഴിഞ്ഞിട്ടാവാം. വാ പോവാ. ആ വരൂ, അകത്തേക്ക് വാ. സെറ്റപ്പ് അവിടെയാ. ഇതെന്താ ഇവിടെ? വടയും ചായയും കഴിക്കണ്ടേ? എന്നിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആരാ വടയും ചായയും കൊണ്ടുവരുന്നത്? ദാ വരുന്നു. ഇതെന്തിനാ കത്തി? അപ്പൊ ചമ്മന്തി ഇല്ലേ? ഇതുപോലെ കത്തിക്ക് കുത്തിയാ നമ്മൾ കഴിക്കുന്നേ. അപ്പൊ ചമ്മന്തിയുടെ ആവശ്യമില്ല. ലേലം കഴിയുന്നവരെ നീയൊക്കെ ഇവിടെ ഇരിക്കും. അയ്യോ അയ്യോ, അന്നെങ്കിയാൽ ഒരവള്ളി ഞാൻ പൂളും. എടോ, ഇതെന്ത് പോക്കിരുത്തരാ താൻ കാണിക്കുന്നേ? ഒച്ച വെച്ച ഒന്ന് നിന്നെയൊക്കെ ഈ സെപ്റ്റി ടാങ്കിനുള്ളിലാക്കിയിട്ട് കുറച്ച് ആസിഡും കൂടി ഒഴിച്ചാ നീയൊക്കെ അവിടെ കിടന്ന് വെന്ത് ചാവും.
എല്ലു പോലും ഉരുകി പോകുന്ന ആസിഡാ ആ കന്നാസിനകത്തുള്ളത്. സെപ്റ്റിക് ടാങ്കിനകത്ത് കിടന്ന് നാറിച്ചാവണോ അതോ മാനം മര്യാദയ്ക്ക് വീട്ടുകാരെ കണ്ട് ചാകണോന്ന് നിങ്ങൾക്ക് ഇപ്പൊ തീരുമാനിക്കാം. എന്താ വേണ്ടത്? വീട്ടുകാരെ കണ്ട് ചത്താ മതി. എന്നാ അനങ്ങാണ്ട് ഇവിടെ ഇരുന്നോണം. ലേലം തീരുന്നവരെ ശബ്ദം പുറത്തു കേൾക്കരുത്. നോക്കിക്കോണം സർ. ഞാൻ അപ്പുറത്തേക്കൊന്ന് പോയിട്ട് വരട്ടെ. നമ്മുടെ ലിസ്റ്റിൽ പെടാത്ത 1-2 പേര് വന്ന് ചാടിയിട്ടുണ്ട്. കുഴപ്പക്കാരാണെന്ന് കണ്ട അവരെ ഇതുപോലെ പൊക്കിക്കൊണ്ട് വരേണ്ടി വരും, ചായയും വടയും കൊടുക്കാൻ. പിന്നെ എന്താന്ന് വെച്ചാ കൊടുത്തോ. ശബ്ദം ഇവിടുന്ന് അപ്പുറത്തേക്ക് കേൾക്കാതിരുന്നാ മതി. ഓട്ടടാ. ഞങ്ങൾക്ക് ഈ ലേലം വേണ്ട. ഞങ്ങളെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഞങ്ങൾ വെറുതെ വിടണം. $15 കോടി 10 ലക്ഷം രൂപ. 15 കോടി 10 ലക്ഷം ഒരു തരം. 15 കോടി 10 ലക്ഷം രണ്ട് തരം. 15 കോടി 10 ലക്ഷം രണ്ട് തരം. വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ലേലം ഉറപ്പിക്കാൻ പോവുകയാണ്. 15 കോടി 10 ലക്ഷം ഒരു തരം. 15 കോടി 10 ലക്ഷം രണ്ട് തരം. 15 കോടി 10 ലക്ഷം. 15 കോടി 10,500,000. 15 കോടി 10,500,000. 15 കോടി 10,500,000 ഒരു തരം. 15 കോടി 10,500,000 രണ്ട് തരം. 15 കോടി 10,500,000 രണ്ട് തരം. 15 കോടി 11 ലക്ഷം രൂപ. 15 കോടി 11 ലക്ഷം ഒരു തരം. 15 കോടി 11 ലക്ഷം രണ്ട് തരം. 15 കോടി 11,50,000. സത്യഭാമയുടെ പണ്ടേ ഒരു ചുരുക്ക് ഇവർക്കുള്ളതാ. ആ ചുരുക്ക ഈ വിളിച്ചു തീർക്കുന്നത്. ഒന്ന് ചെന്ന് വിറപ്പിച്ചേക്ക്. സ്വന്തം ബന്ധമൊന്നും നോക്കണ്ട. 15 കോടി 13 ലക്ഷം രൂപ രണ്ട് തരം. ടീ ബ്രേക്കിന് ശേഷം ലേലം തുടരും. ആ തള്ള കുഴപ്പാ. അവരെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ തുക കത്തിക്കയറും. വിളിച്ചു കയറ്റി നമ്മുടെ പെടലിക്ക് വെക്കാനുള്ള വരവാ. ഏത് വിധേനയും അവരെ തടയണം. ഓളെ നീ അതിമാന്യമാണെന്ന് പറഞ്ഞു നോക്ക്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് മാന്യതകേട് കാണിക്കാം. ചെല്ല്.
അനു എന്തായി അവിടുത്തെ കാര്യങ്ങള്?